എല്ലാവർക്കും വൈറ്റ് സോൺ ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം നടന്നിട്ടുണ്ടായിരുന്ന ആ ഒരു മാഡ്രിഡ് ഡെർബിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം ഈ ഒരു സീസണിലെ രണ്ടാമത്തെ ഡെർബി ആയിരുന്നു ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു മത്സരം ബെർണാബിയിൽ വെച്ചിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു മത്സരവും ഡ്രോയിലാണ് അവസാനിച്ചിട്ടുണ്ടായത്. കഴിഞ്ഞ മത്സരം ഈ ഒരു 1-1 എന്നുള്ള ഒരു മാർജിനിൽ തന്നെ ആദ്യം സ്കോർ ചെയ്തിട്ടുള്ളത് റയൽ മാഡ്രിഡ്, രണ്ടാമത് ആ ഒരു ലാസ്റ്റ് മിനിറ്റ് ഗോള് അത്ലറ്റിക്കോ മാഡ്രിഡ് അടിച്ച് കണ്ട് അങ്ങനെ സമനിലയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇതിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ഗോൾ അത്ലറ്റിക്കോ മാഡ്രിഡ് അടിച്ചങ്ങാണ്ട് ആദ്യം സെക്കൻഡ് ഹാഫിന്റെ തുടക്കത്തിൽ തന്നെ തിരിച്ചടിച്ചങ്ങാണ്ട് റയൽ മാഡ്രിഡ് അങ്ങനെ ആ ഒരു ഇതിലേക്കായിരുന്നു എൻഡിങ്ങിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഇതിന്റെ മെയിൻ വിവാദമായിട്ടുള്ള ഒരു സംഭവമാണ് ആ ഒരു പെനാൾട്ടി എന്ന് പറയുന്നത്. ആക്ച്വലി അതൊരു പെനാൾട്ടി ആണെന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനത്തെ ഒരു ആ സിറ്റുവേഷനിൽ പല സാഹചര്യങ്ങളിലും അല്ലാന്നുണ്ടെങ്കിൽ മിക്ക സാഹചര്യങ്ങളിലും ആ ഒരു സിറ്റുവേഷനിൽ പെനാൾട്ടി സാധാരണ റഫറിമാർ കൊടുക്കലില്ല എന്നുള്ളതാണ്. പക്ഷെ ഇന്നലെ അത് കൊടുത്തു. ഈ ഒരു ലാലിഗന്റെ റഫറിങ്ങിനെ കുറിച്ചിട്ട് ഈ ഒരു റയൽ മാഡ്രിഡ് ഈ ഒരു അടുത്തന്നെ ഇതിനടിച്ച് മൂവ്മെന്റ് ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും നെക്സ്റ്റ് ഗെയിമിൽ ഈ ഒരു ആ ഒരു അനുഭവം തന്നെ റയൽ മാഡ്രിഡ് നേരിടേണ്ടി വന്നു എന്നുള്ളത് വേണമെങ്കിൽ പറയാം. അങ്ങനെ ആയിരുന്നു. കാരണം ഈ ഒരു കളി നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതും കളിയിലുടനീളം നല്ല രീതിയിൽ കളിച്ചിട്ടുള്ളതൊക്കെ റയൽ മാഡ്രിഡ് ആണ്. എനിക്ക് തോന്നുന്നത് റയൽ ഏകദേശം 2-3 ഗോൾ അടിക്കേണ്ട ആ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ഒബ്ലാക്ക് എന്നുള്ളൊരു മനുഷ്യൻ അവിടെ ഉള്ളതുകൊണ്ട് ആകാം ഒരു പക്ഷെ ഈ ഒരു അത്ലറ്റിക്കോ മാഡ്രിഡ് അത്ര ഗോൾ കൺസീഡ് ചെയ്യാതെ നിലനിന്നത്. അപ്പോൾ ആ ഒരു പെനാൾട്ടി ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു റയൽ മാഡ്രിഡ് ആ ഒരു ഫസ്റ്റ് ഹാഫിൽ ഒന്നും കൂടി മുൻപോട്ട് പോകുന്നുള്ളത്. അപ്പോൾ ആ ഒരു പെനാൾട്ടിക്ക് ശേഷം ആ പെനാൾട്ടിക്ക് മുൻപും നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്ത് കളിച്ചിട്ടുള്ളത് നമ്മൾ പല ആൾക്കാരും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു ഡിഫൻസ് നല്ല രീതിയിൽ അളകാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ ആ ഒരു പെനാൾട്ടി മാറ്റി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി ഫുള്ള് ഡിഫൻസ് കുറച്ചൊക്കെ ഒരു സോളിഡ് ആയിട്ട് തോന്നി എനിക്ക്. പക്ഷെ ആ ഒരു എന്നാലും അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ കൗണ്ടർ പലതവണ വരുന്നത് നമ്മൾ കണ്ടു. വാസ്കസിന്റെ മിസ്റ്റേക്കിൽ അത്ലറ്റിക്കോ മാഡ്രിഡിന് മുതലെടുക്കാൻ കഴിയാത്ത അല്ലാന്നുണ്ടെങ്കിൽ മുതലെടുക്കാൻ കഴിയുന്ന ചാൻസ് കൊണ്ടുപോയി തുലക്കണത് നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇന്നലെ ആ ഒരു അസൻസിയോന്റെ പെർഫോമൻസ് നല്ലൊരു കിടിലം പെർഫോമൻസ് ആയിരുന്നു അഗെയിൻസ്റ്റ് അത്ലറ്റിക്കോ മാഡ്രിഡ്. അങ്ങനെയാണ് ഇന്നലത്തെ ഒരു സംഭവം എന്ന് പറയുന്നത്. പക്ഷെ ഇന്നത്തെ ആ ഒരു ഗോൾ വന്നിട്ടുള്ളത് ആ ഒരു ഗോളിന്റെ ഉറവിടം എന്ന് പറയുന്നത് ആ ഒരു റോഡ്രിഗോ ആണ്. റോഡ്രിഗോ ആ ഒരു ബോക്സിലേക്ക് ആ ഒരു റൈറ്റ് വിങ്ങിലൂടെ നൊയഞ്ഞ് കയറിയിട്ട് ഒരു പാസ് ബെല്ലിംഗാമിലേക്ക് കൊടുക്കുകയാണ്. ബെല്ലിംഗാം നല്ല രീതിയിൽ ഒരു ഗോൾ ഗ്രൗണ്ട് ബോളിലൂടെ അത് ഫിനിഷ് ചെയ്യാൻ നോക്കുകയാണ്. പക്ഷെ അത് ആ ഡിഫൻഡർ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് നേരെ എംബാപ്പന്റെ കാലിലേക്കാണ് കിട്ടുന്നത്. എംബാപ്പ സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യണം നമ്മൾ കണ്ടു. അങ്ങനെ ഒരു കളി 1-1 ഡ്രോയിലേക്ക് വരികയാണ്. പക്ഷെ അതിനുശേഷം റയൽ മാഡ്രിഡ് ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്ത് കളിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു ചാൻസസ് ഒന്നും ഗോളിൽ പോയി പതിക്കണം നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ആ ഒരു ഗോളിന് ശേഷം രണ്ടാമത്തെ ഗോളിന് ശേഷം ഈ ഒരു റയലിന്റെ ഗോളിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഒബ്ലാക്ക് ഒന്നും കൂടി മികച്ചതായി പെർഫോം ചെയ്യണമായിരിക്കും എനിക്ക് തോന്നി. നല്ല രീതിയിൽ റയൽ മാഡ്രിഡ് അറ്റാക്ക് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു ബോളൊക്കെ ഈ ഒരു ഒബ്ലാക്ക് സേവ് ചെയ്തിട്ടാണ് കണ്ടു. പക്ഷെ പല സാഹചര്യങ്ങളും റയൽ മാഡ്രിഡിന്റെ പ്ലേയേഴ്സിന്റെ ആ ഒരു ഷോട്ട് അത്ര രീതിയിൽ ഫലവത്തായിട്ടില്ല. അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു പവർ ഉദ്ദേശിക്കുന്ന പവർ വരുന്ന ആ ഒരു ഷോട്ടിങ്ങിൽ കുറച്ച് പിഴവുകൾ വരുന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടു. പിന്നെ ഇപ്പോൾ ഈ ഒരു ഡ്രോയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുണ്ടാകുക എന്ന് പറയുന്നത് ബാഴ്സ ഫാൻസ് തന്നെയാവും. കാരണം ഇന്ന് ബാഴ്സന്റെ അല്ലാന്നുണ്ടെങ്കിൽ ബാഴ്സയുടെ കളി കഴിയുമ്പോൾ ഇതിപ്പോൾ ഞായറാഴ്ച നൈറ്റാണ് ഞാൻ വിളിക്കുന്നത്. ഈ ഒരു ബാഴ്സന്റെ കളി കഴിയുന്നതോടുകൂടി ബാഴ്സ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റ് ടേബിളിന്റെ ഘടന എന്ന് പറയുന്നത് ബാഴ്സ 48, 49 അത്ലറ്റിക്കോ മാഡ്രിഡ്, 50 റയൽ മാഡ്രിഡ് എന്നുള്ള രീതിയിലേക്ക് വരും. ഈ ഒരു ബാഴ്സക്ക് ഈ ഒരു ടോപ്പ് ടേബിളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കളി ജയിക്കൽ അനിവാര്യമായിട്ടുള്ളൊരു ഘടകമാണ്. അപ്പം ഈ ഒരു മത്സരത്തെ കുറിച്ചിട്ട് എനിക്ക് ഇതൊക്കെയാണ് പറയാനുള്ളത്. ഇനിയിപ്പോ റയലിന്റെ അടുത്ത കളി എന്ന് പറയുന്നത് സിറ്റിക്കെതിരെ UCL ആണ്. നമുക്കറിയാം രണ്ട് ടീമുകളും വലിയ രീതിയിലുള്ള ഒരു ഫോമിലൊന്നും അല്ല കളിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളത്. അപ്പം എന്തായാലും ഈ ഒരു ഇത്തിഹാദിലാണ് മത്സരം വരിക. അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടറിയാം ഈ ഒരു ബുധനാഴ്ച പുലർച്ചെയാണ് ആ ഒരു കളി നടക്കാൻ നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ ഒരു കളിയിൽ ആ ഒരു പെനാൾട്ടി ഇൻസിഡന്റിനെ കുറിച്ചിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊടുത്തേക്കാം. ഓക്കെ.